ഹായ് വ്യൂവേഴ്സ്, ആർജെ തേരാവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു ദിവസമാണ്. രാവിലെ നമ്മൾ വിഷു കണിയൊക്കെ ഒരുക്കി കണിയൊക്കെ കണ്ടു. അങ്കിത്തിനും അബിക്കും ഇന്ന് സ്കൂളുണ്ട്. അവർ രാവിലെ സ്കൂളിൽ പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. അയ്യപ്പൻ അമ്പലത്തിൽ ഇവിടെ അങ്ങോട്ട് പോവാണ്. അവിടെ കൂടെ പോയി കണിയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ സമയം 8 മണിയായി. അങ്കിത്തോബിയൊക്കെ സ്കൂളിൽ പോയേക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് വിഷുവിൻ്റെ തലേന്ന് ദിവസം നമ്മൾ കണി ഒരുക്കുന്നതിൻ്റെയാണ്. നമ്മൾ രാജസ്ഥാനിലെ ജോധ്പൂരിലാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കണി ഒരുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷുക്കണി ഒരുക്കാം. വിഷുക്കണി ഒരുക്കാൻ ആദ്യം ഒരു സാരിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനൂടെ ഉണ്ട്. അവരെ രണ്ടുപേരെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തട്ടത്തിനകത്ത് ഉരുളിയില്ല, ഓട്ടുരുളിയില്ല. അപ്പോൾ നമുക്ക് ഈ തട്ടത്തിനകത്ത് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മലയാളിക്കടയിൽ നിന്ന് വെള്ളരി കിട്ടിയായിരുന്നു, കണിവെള്ളരി കിട്ടിയായിരുന്നു. അത് വെക്കാം ആദ്യം. കണിവെള്ളരി വെച്ചിട്ട് പോകാം. അപ്പം നമ്മൾ വെള്ളരി വെക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ മുഖം, അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് വെള്ളരി ആദ്യം വെക്കുന്നത്. വെള്ളരി വെച്ച് ഇവിടെ നമുക്കിപ്പോൾ മലയാളിക്കടയിൽ നിന്ന് കിട്ടിയായിരുന്നു ഒരെണ്ണം. എന്നിട്ട് നമുക്ക് എന്ത് വെക്കുന്നത്? ചക്കയോ? ഇനി നമുക്ക് ചക്ക വെക്കാം. ചക്ക വെക്കുന്നത് ഗണപതിക്കാണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇടിച്ചക്ക കിട്ടി ഇവിടുന്ന്. പിന്നെന്ത് വെക്കണം? പിന്നെ ഒരു പൈനാപ്പിൾ ഉണ്ട്, വലിയൊരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അതിനെ കൂടെ നമുക്ക് വെക്കാം. പിന്നെ മാമ്പഴം വെക്കുന്നത് മുരുകനാണ് വെക്കുന്നത്. പിന്നെ ഒരു ആപ്പിൾ വെക്കാം. പിന്നെ പച്ചമാങ്ങയുണ്ട്. പച്ചമാങ്ങ കുഞ്ഞിതാണ് കിട്ടിയത്. ഇവിടെ നമ്മൾ മരത്തേന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അത് 2 എണ്ണം വെക്കാം. പിന്നെ കുറച്ച് ഇവിടുത്തെ പഴമുണ്ട്, പഴം കൂടെ വെക്കാം. ഇനി നമുക്ക് കുറച്ച് കൊന്നപ്പൂവും കൂടെ സൈഡിൽ വെക്കാം. 15, 35, 25, 45, 79 minus 45. മുന്തിരിങ്ങയും കൂടെ വെക്കാം. കൈതച്ചക്ക വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ പാത്രം നിറഞ്ഞു പോയല്ലോ. പിന്നെ ഇത് നമ്മുടെ ഒരു തിരുവിടയാടാന്ന് പറയത്തില്ല. ഇത് ഞാനിവിടെ പിള്ളേരെ ഒരു മുണ്ട് ഷർട്ടും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തോർത്താണ്, അതുകൊണ്ട് ഉണ്ടാക്കിയത്. അതുകൂടെ ഇതിനകത്ത് വെക്കാം. അലക്കി ഉണക്കി ഒരു മുണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭഗവത്ഗീത വെച്ച് ഇനി നമുക്ക് നാളികേരം വെക്കാം. കോയിത്തട താഴെ വെക്കാം. 26. നാളികേരത്തിനകത്ത് നമുക്ക് ഓരോ കൊന്നപ്പൂവും കൂടി ഇട്ട് കുറച്ച് നാണയം കൂടി ഇട്ട് വെക്കാം. കുറച്ച് നാണയം കൂടെ ഇട്ട് ഇത് അവിയുടെ വഞ്ചിക്കകത്തുള്ള ചില്ലറയും കൂടെ പറക്കേണ്ടി വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് വെക്കാം അതിനകത്ത്. ഇനി നമുക്ക് ധാന്യങ്ങൾ വെക്കാം. അത് നമ്മൾ ചോറ് വെക്കുന്നത് പച്ചരി,
ചെറുപയറിൻ്റെത്, തുമരപ്പരിപ്പ്, എള്ള് സൈഡിൽ വെക്കാം, ഇവിടെ വിളക്ക് കത്തിക്കണ്ട ഇല്ലയോ. തുമരപ്പരിപ്പ്, ദാല്, ദാല്, കടലപ്പരിപ്പ്, എള്ള്, അത്രയും നമ്മൾക്ക് ഉണ്ടായിരുന്നത് അത്രയും വെച്ച്. പിന്നെ എന്താക്കണം, മഞ്ഞപ്പൊടി വെച്ചിട്ടുണ്ട്, പിന്നെ ഈ ശംഖും കൂടി ഇവിടെ ഇല്ല, അതുകൂടി ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്താ നോക്കേണ്ടത്, ഇനി നമുക്ക് കൺമഷിയും ശിങ്കാരം വെക്കാം. 200 ഒരു നോട്ടും വെച്ച്. കോയിൻസ് എന്തെങ്കിൽ തന്നെയുണ്ടോ? ഇത് ഇങ്ങനെ വെച്ചിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ കൃഷ്ണനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓർക്ക് അങ്ങനെ പിന്നെ നമ്മൾ ആ തണ്ടിൽ നിന്ന് അടർന്ന് വീണ പൂക്കളെല്ലാം കൂടെ എടുത്ത് ഒരു കണിക്കൊന്ന കൊണ്ട് തന്നെ ഒരു മാലയും കൂടെ കെട്ടി ഉണ്ണിക്കണ്ണന് ചാർത്തി. അങ്ങനെ നമ്മൾ രാത്രിയിൽ ചുമ്മാ അത് ട്രൈ ചെയ്ത് നോക്കി. ഇതാ പാട്ട് പാടി അബി നമ്മൾ കണി ഒരുക്കിയപ്പോഴേ അബി അവിടെ ചെണ്ടയും കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം പിന്നെ ജസ്റ്റ് ഒന്ന് പാടി നോക്കി. ഇതാ കൊള്ളായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ്. ഇന്ന് രാവിലെ 4:45 ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് വിളക്ക് കത്തിച്ചിട്ട് അങ്കിത്തിനെയും അബിയെയും ഹസ്ബൻഡിനെയും എല്ലാവരെയും വിളിച്ച് കണിയൊക്കെ കാണിച്ച് അവരെ 5:30 മുമ്പ് എണീപ്പിച്ച്. സ്കൂളുണ്ടായിരുന്നല്ലോ. പിന്നെ കണി കണ്ടിട്ട് കിടന്ന് ഉറങ്ങരുതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ റെഡി ആവാൻ സമയമാകുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ 5:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റ് പിന്നെ കണിയൊക്കെ കണ്ടു, കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ സ്കൂളിലോട്ട് പോകാൻ റെഡിയായി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അവർ സ്കൂളിൽ പോയി. അപ്പം ഇതായിരുന്നു ഞങ്ങൾ ഒരുക്കിയ കണി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ അത്യാവശ്യം കുറച്ച് ഒരുക്കും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെ നമുക്ക് കൊന്നപ്പൂ മലയാളിക്കടയിൽ നിന്നായിരുന്നു കിട്ടിയത്. ഇവിടെ ഒരു വിഷ്ണു സ്റ്റോർ എന്ന് പറയുന്ന മലയാളിക്കടയുണ്ട്, അവിടെ നിന്നും കിട്ടി. പിന്നെ നമുക്ക് ട്യൂഷന് വരുന്ന അദ്വൈത് അവരുടെ അവിടുത്തെ ഒരു മരം ഉണ്ടായിരുന്നു, അവിടെ നിന്നും കുറച്ച് പറിച്ചുകൊണ്ട് തന്നായിരുന്നു. അങ്ങനെ വിഷു കണി നല്ലോണം ഒരുക്കാൻ പറ്റി. പൂവുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷത്തോടെ എല്ലാ സാധനങ്ങളും വെച്ച് ഒരുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ എന്തോ വെച്ചിട്ടും കാര്യമില്ലല്ലോ പൂവില്ലെങ്കിൽ. പിന്നെ എന്നാലും നമ്മൾ ഈ രാജസ്ഥാനിൽ 2 വർഷം മുമ്പ് നിന്നപ്പോഴും മറ്റേ ജമന്തി പൂവൊക്കെ വെച്ചിട്ട് വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം എന്തായാലും പൂ കിട്ടി, എന്തായാലും ഭാഗ്യത്തിന്. നമ്മുടെ നാട്ടിൽ പോകുന്നെങ്കിൽ ഈ സമയത്തൊക്കെ ഇഷ്ടം പോലെ പൂ കാണുമായിരിക്കും അല്ലയോ. അങ്ങനെ അങ്കിത്തും ഒപ്പയൊക്കെ എണീറ്റ് നിന്ന് കണി കാണുവാണേ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹസ്ബൻഡ് കൈനീട്ടമൊക്കെ തന്ന് പിന്നെ അവർ സ്കൂളിൽ പോകാനൊരുങ്ങി. കഴിഞ്ഞ വർഷം നമ്മൾ കണി ഒരുക്കിയത് അഹമ്മദ്നഗറിലായിരുന്നു, മഹാരാഷ്ട്രയിൽ. അന്നാണെങ്കിൽ നമ്മുടെ കൂടെ കുറേ മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അന്ന് നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് സദ്യയൊക്കെ ഒരുക്കിയത്. അത് നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലോ.
അന്നേരം അന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറ്റുന്നെങ്കിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതുകൂടെ കയറി കാണണം. അതെ, അപ്പം ഇപ്രാവശ്യത്തെ വിഷു നമ്മൾ രാജസ്ഥാനിലായിരുന്നു. അങ്ങനെ വിഷുക്കണിയൊക്കെ നന്നായിട്ട് ഒരുക്കി നന്നായിട്ട് കണിയൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇപ്പം അങ്കിത്തും അബിയൊക്കെ സ്കൂളിൽ പോകാനൊരുങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവരെ വിട്ടിട്ട് പിന്നെ നമ്മളും റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാനിറങ്ങി. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. വലിയ തിരക്കില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ആളുണ്ടായിരുന്നു. അപ്പം തിരുമേനി നമുക്ക് കൈനീട്ടമൊക്കെ തന്നായിരുന്നു, പ്രസാദം കിട്ടി, കൈനീട്ടവും കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടെന്ന് തിരുമേനി പറയുമായിരുന്നേ. അങ്ങനെ പിന്നെ വിഷുക്കണി നല്ലോണം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വിഷുക്കണിയൊക്കെ കണ്ട് കൈനീട്ടമൊക്കെ വാങ്ങിച്ച് നല്ല സന്തോഷമായി. അപ്പം വിഷുവിന് നമുക്ക് രാവിലെ അമ്പലത്തിൽ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. അമ്പലത്തിലെ ഇഡ്ഡലി സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പം ഫുഡും അവിടുന്ന് രാവിലെ കഴിച്ചിട്ടാണ് വന്നത് നമ്മൾ. അങ്കിത്തിനും അബിക്കും അത് മിസ്സായി. പിന്നെ ഒരു കാര്യം, ഇന്നും അമ്പലത്തിൽ വെച്ച് എൻ്റെ ഒരു സബ്സ്ക്രൈബറെ ഞാൻ കണ്ടു. അവരെന്നോട് വന്ന് കാര്യം പറഞ്ഞ്, പേര് നിഷ എന്നാണ് പറഞ്ഞത്. ഒരു സ്ഥലം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഇവിടുന്ന് അടുത്ത കുരിയോ അങ്ങനെ കണ്ടാണ് പറഞ്ഞത്. അപ്പം വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ്. അപ്പം വലിയ സന്തോഷം. പിന്നെ വീഡിയോ എല്ലാം കാണാറുണ്ട്, മക്കൾ എന്തിയെന്നൊക്കെ ചോദിച്ച് അങ്കിത്തിനെ അബിയൊക്കെ അന്വേഷിച്ചായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തൊഴുകയൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രസാദം കഴിച്ചു. ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ. തിരക്കില്ലായിരുന്നു. ഇനി പിന്നെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുമുണ്ട് അവിടെ നിന്ന്. ഇപ്പം സമയം 9 മണി കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്പലത്തിൽ നിന്ന് കഴിച്ച് ഇനി വീട്ടിലോട്ട് പോവാണ്. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ഇവിടെ ഊണുണ്ട്, സദ്യയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ വെക്കണോ വേണ്ടായോ എന്ന് കൺഫ്യൂഷൻ ഇരിക്കുന്നു. അങ്കിത്തും അബി സ്കൂളിൽ പോയേക്കുന്നു. വരുന്നെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ, പിള്ളേർ വന്നിട്ട്. കുറച്ചെന്തെങ്കിലും ഉണ്ടാക്കണം ഫുഡ്. അങ്കിത്തും അബി സ്കൂളിൽ നിന്ന് വന്ന് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് അമ്പലത്തിൽ പോയി ചോറ് കഴിക്കാൻ. വഞ്ചിക്കത്തിട്ടോ. ഹലോ, നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. സമയം 2 മണി കഴിഞ്ഞു. കൊട്ട വെയില്, ഭയങ്കര ചൂട്. ചൂട് പൊട്ടിക്കിടക്കുന്നു. അങ്കിത്തോബിയും കയറി. ദിയെ ആദ്യം കൂടെ വരുന്നുണ്ട്. സൗമ്യ വരുന്നില്ല, ദിയെ ആദ്യം കൂടെ വരുന്നുണ്ട്. അവരും കൂടെ കേട്ടാ. ആദ്യം ദിയെ വന്നിട്ടുണ്ട്, അങ്കിത്തോബിയും പറയിരിപ്പുണ്ട്. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാ അമ്പലത്തിൽ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് സമയം 2:30 ആയായിരുന്നു. പക്ഷേ തിരക്കില്ലായിരുന്നു. ആൾക്കാരിങ്ങനെ വരുന്നത് ക്യൂ നിന്ന് പാത്രം എടുത്തിട്ട് ചോറ് വാങ്ങിച്ച സ്ഥലമുള്ളടുത്ത് പോയിരുന്ന് കഴിക്കുമായിരുന്നു. അതുകൊണ്ട് തിരക്കില്ലായിരുന്നു. ആൾക്കാരിങ്ങനെ ഒരുമിച്ച് വന്നിട്ട് ഇരുന്ന് കഴിക്കുമല്ലായിരുന്നു, ക്യൂവിന് നിന്നിട്ട് വാങ്ങിച്ച് പോയി കഴിക്കുമായിരുന്നു. അപ്പം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചോറൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യയായിരുന്നു. പ്രഥമനും ഉണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നില്ല. ആദ്യം കിടന്ന് ചാടിയപ്പോൾ അവനെ ഓടാതെ പിടിച്ച കസേരയിൽ ഇരുത്തിയേക്കുമായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ അമ്പലത്തിലെ തിരുമേനിയോട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, വീഡിയോ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കാനും അമ്പലത്തിലെ ഉത്സവത്തിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആ മാലിൻ്റെ മൂട്ടിൽ വന്നിരുന്ന് പിന്നെ ചോറ് ഒരുപാട് കഴിച്ച് വയറങ്ങ് നിറഞ്ഞു പോയെന്ന് പറഞ്ഞു. ഇത് അടിപൊളി സദ്യയായിരുന്നു എന്ന് പറയുമായിരുന്നു. ദിയെ, ആദി, അബി, അങ്കിത്തും എല്ലാവരും വന്ന് പിന്നെ നമ്മൾ പോകാനിറങ്ങി. അങ്ങനെ നമ്മൾ പോകാനിറങ്ങി. ഉച്ചയ്ക്ക് പിന്നെ വീട്ടിൽ സദ്യ ഒരുക്കിയില്ല, ചോറും വെച്ച് അവിയലും വെച്ചായിരുന്നു. പിന്നെ രാവിലത്തെ സാമ്പാറും ഇരിപ്പുണ്ടായിരുന്നു, അതിനെ രാത്രിയിൽ കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര ചൂട് ഭയങ്കരമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളായിരുന്നു. വിഷുവിൻ്റെ സ്പെഷ്യൽ വീഡിയോ, കണി ഒരുക്കിയതും അമ്പലത്തിൽ പോയതും വിഷുക്കണി കണ്ടതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.